ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് പല ആളുകളും പേഴ്സണലായും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ നമ്മളിപ്പം കൃഷി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ കൃഷി ചെയ്യുമ്പം അതിൻ്റേതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവരുടെ ജീവിതവും. അപ്പോൾ ആ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തിരക്കേറിയ ജീവിതം ഒരു ദിവസം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നത് നമ്മൾ രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് ഇതേപോലെ ചെടികൾക്ക്, എല്ലാ സൈഡിലുമുള്ള ചെടികൾക്ക് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കും. കണ്ടോ, ഈ വെള്ളം ഒഴിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. എന്നൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ചെടികളുടെ ചോട്ടിൽ മണ്ണ് കുറവുണ്ടോ, അല്ലെങ്കിൽ ചെടികൾ നമ്മൾ മാറ്റി വയ്ക്കാനുണ്ടോ, വിളവെടുക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിന് ശേഷമാണ്. അപ്പം നമുക്ക് ഈ ഓസ് പോയി, ഈ ടാപ്പ് പോയി നമുക്ക് നിർത്തിയിട്ട് വരാം. ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ദേ നമ്മൾ ഈ ചെടി നടുന്ന ഈ പാത്രം ഇപ്പം കാലിയായിട്ടിരിക്കുവാണേ. അപ്പം ഇങ്ങനെ കാലിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് അങ്ങ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് നടും. അപ്പം നമ്മളിത് ഇതുപോലെ ഒരു 2 തക്കാളിയുടെ തൈ ഞാൻ ഒരുമിച്ചാണ് ഇവിടെ നടുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയിലോട്ട് 2 എണ്ണം നട്ടു. അതുപോലെ ഈ ഒരു കുഴിയിലോട്ടും നമ്മൾ 2 എണ്ണം നടും. നല്ല മണ്ണ് നമ്മൾ ഓരോ പ്രാവശ്യത്തെ കൃഷിയും കഴിയുമ്പം ഇരിക്കുന്നതാണ്. ഇപ്പം 2 പ്രാവശ്യമൊക്കെ കൃഷി നമ്മൾ ചെയ്യുമ്പം ഒരേ മണ്ണിനകത്ത് കാര്യമായ വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ പറയാറുണ്ട് കുമ്മായം ഇട്ട് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റണം, സ്യൂഡോമോണാസ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൃഷി കഴിഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇപ്പോൾ തക്കാളി ആണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ നട്ടതിന് ശേഷം ഈ സൈഡും വഴി നമ്മൾ ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കുവാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ആളുകൾ എന്നോട് ചോദിക്കുന്നതാണ് ഈ തെർമോക്കോൾ പെട്ടിയുടെ കാര്യങ്ങളെ. അപ്പം ഞാനതിന് വലിയ താല്പര്യം കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ദേ ഇവിടെ നോക്കിയേ, ഈ പെട്ടി കണ്ടോ, താഴെ വരെയും ഇങ്ങനെ വിട്ടുപോകും. സാധാരണ ഒരു കൃഷി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പരിപാടി തീരും. പിന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മളൊരു ജോലിക്കാരനെയൊക്കെ നിർത്തിയിട്ട് വേണം ഒന്നുകിൽ ഇത് മാറ്റി ഇതിനകത്തെ മുഴുവൻ മണ്ണിനെയും മാറ്റിയിട്ട് ഇതിനെ പുതിയതാക്കി ഒട്ടിച്ചോ കെട്ടിയോ ഒക്കെ എടുക്കാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ പുതിയ പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനകത്തെ മണ്ണ് മുഴുവനും മാറ്റിയിട്ട് അതിനകത്തേക്ക് മണ്ണ് നിറച്ചിട്ട് വേണം പുതിയ കൃഷി നമ്മൾ തുടങ്ങാൻ. ഇതാണ് ഈ പാത്രത്തിൻ്റെ ഒരു കുറവ്. പക്ഷേ നമുക്ക് നല്ല വിസ്താരമൊക്കെ കിട്ടും, കൂടുതൽ മണ്ണ് നിറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനോണ്ട് തന്നെ. ഇപ്പം ഞാനിവിടെ വെറുതെ നടുകയല്ലേ ചെയ്തത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്യൂഡോമോണാസ് കലക്കി ഈ ചെടിയുടെ ചോട്ടിലും മുകളിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ, സ്യൂഡോമോണാസ് കലക്കിയത്. അപ്പോൾ സ്യൂഡോമോണാസ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ ഈ വെളുത്ത പൊടിയാണ് മേടിക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ നിറയെ, ഇപ്പം ഏകദേശം ഒരു 20 ഗ്രാം അത്രയും നമ്മൾ സ്യൂഡോമോണാസ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം നമുക്ക് സ്യൂഡോമോണാസ് കുപ്പിക്കകത്തുള്ളതും വാങ്ങിക്കാൻ കിട്ടും ദ്രാവക രൂപത്തിൽ. അങ്ങനെയുള്ളതാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് സ്യൂഡോമോണാസ് പോലെ തന്നെയാണ് നമ്മൾ ബിവേറിയയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും വിളവെടുക്കാറായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് നമുക്ക് ദേ പാകമായിട്ടുള്ളതാണ് ഒരു കോളിഫ്ലവർ. കണ്ടോ, നല്ല വലിപ്പത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് പറിച്ചുകൊണ്ട് പോയാൽ തോരൻ വെക്കുകയോ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ വറുത്ത് കഴിക്കുകയോ ബജിയാക്കുവോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതും കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ചാമ്പയ്ക്ക എവിടം വരെ ആയി എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാനെന്നാ വിചാരിച്ചതേ, നമ്മളിത് തീരുമ്പോഴത്തേക്കിന് നമുക്കൊരു ചാമ്പയ്ക്കായും പറിച്ച് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചാമ്പയുടെ അടുത്തോട്ട് വന്നത്. പക്ഷേ ചാമ്പയ്ക്ക അത്രയ്ക്കൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ. വിളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ രൂപത്തിൽ നിന്നാണ് വളർന്ന് ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇതിലും വലുതാകും നമ്മൾ വിളവെടുക്കുമ്പം സാധാരണ. അപ്പം ഞാനൊന്ന് വെറുതെ പറിച്ച് നോക്കാം, ഇതിലും വലുതായിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. പക്ഷെ എന്താണേലും അത്രയ്ക്ക് മധുരം വരത്തില്ല ഈ പാകത്തിന്. നോക്കട്ടെ, ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡൽഹാരി ചാമ്പയാണ്. ഇതൊന്നും ആയിട്ടില്ല, വിളഞ്ഞിട്ടില്ല. നല്ലോണം വലിപ്പവും വെക്കും, കളറിന് മാറ്റവും വരും. അപ്പോൾ നമ്മൾ വിളവെടുക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കി വെച്ചു. ഇനി നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ പറ്റത്തില്ലല്ലോ, നമുക്ക് അടുക്കളയിലോട്ട് പോയിട്ട് ഇന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കയറുന്നത്
വൈകുന്നേരം വെയിലാറിയതിന് ശേഷമാണ്. അപ്പം നമുക്ക് വേഗം നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ളത്, ഉച്ചക്കത്തെ ചോറിനുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ വെള്ളമൊഴിക്കലും കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 12 മണിയായേ. നമുക്ക് പെട്ടെന്നൊരു കറി വെക്കണം. നമ്മൾ വിഷുവിൻ്റെ അന്ന് വിളവെടുത്തിരുന്ന ഒരു കുമ്പളങ്ങയാണിത്. അപ്പം ഞാനത് മുറിച്ച് പെട്ടെന്ന് വൃത്തിയാക്കി ഒരു കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. കുമ്പളങ്ങ നമ്മൾ തൈരും ചേർത്ത് കറി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റും അതുപോലെ പല ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നടുവേ മുറിച്ച് തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ഓരോ പീസിനെയും 4ആയിട്ട് മുറിച്ച് അതിനകത്തെ മാന്നി എന്ന് പറയും, നമ്മൾ ആ വിത്തൊക്കെ ഇരിക്കുന്ന ഭാഗം അതൊക്കെ എടുത്ത് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുക്കറിനകത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുവാണ്. ഈ ഓരോന്നിനെയും വീണ്ടും അതിനകത്തെ വിത്തുകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിനകത്തേക്കാണ് ഈ പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റിനെ എപ്പോഴും തന്നെ വീഴിക്കുന്നത്. കാരണം നമ്മളതിൻ്റെ പണി കഴിയുമ്പം ഈ പേപ്പർ ചുരുട്ടി കളയുവാണെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ യാതൊരു വൃത്തികേടും ഉണ്ടായിരിക്കത്തില്ല, നല്ല നീറ്റായിട്ട് കിടക്കും. അതിനുവേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കൂ, നല്ല സൗകര്യമാണ്. ഇതുപോലൊരു ന്യൂസ് പേപ്പറിൻ്റെ പേപ്പർ മതി. ഇത്രയും വലിയ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചുരുട്ടി കളയാനുള്ള സൗകര്യത്തിനുള്ളതുണ്ടായിരുന്നാൽ മതി. അപ്പം നമ്മൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതെടുത്ത് കളയുമ്പം കണ്ടോണം കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ചെറുതായിട്ട് കുമ്പളങ്ങയെ മുറിച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും അതുപോലെ നമ്മൾ പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ട് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുവാണേ. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഒരു 3-4 വിസിലാണ് അടുപ്പിക്കുന്നത്. അപ്പോഴത്തേക്കിന് നമ്മുടെ കുമ്പളങ്ങ നല്ലോണം വെന്തിരിക്കും. ഇപ്പം ഞാൻ രാവിലെ എടുത്തിട്ടാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ തൊണ്ട അടഞ്ഞ പോലത്തെ ഒരു സൗണ്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഇന്ന് എനിക്ക് ഒത്തിരി തിരക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഷൊർണൂർ വരെ കൂടെ പോവുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ഇതിനെ അരിഞ്ഞ് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 4 വിസിലടിപ്പിക്കും. അപ്പം നമ്മൾ ഈ കുമ്പളങ്ങ വെക്കുന്നതിന് മുന്നേ തന്നെ, വെള്ളം ഒഴിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇന്ന് മെഴുക്ക് പുരട്ടി വെക്കാനുള്ള പയർ വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ഉപ്പും അതുപോലെ വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനെ നമുക്കൊന്ന് മെഴുക്ക് പുരട്ടിയാക്കണം. അതിനൊരു പാത്രം എടുക്കാനായിട്ട് പോയി എടുത്തുകൊണ്ട് വരുവാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഈ കാണുന്നത് നമ്മളുടെ ശരിയായ അടുക്കളയ്ക്കകത്തിരിക്കുന്ന പാത്രമാണ്. ഞാനിപ്പോൾ സാധാരണ കുക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലെ ഗ്യാസ് സ്റ്റൗവിലാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് ആദ്യം വഴറ്റും. എന്നിട്ടാണ് നമ്മൾ സവാള ചേർക്കുന്നത്. ആദ്യം സവാള ചേർത്ത് കഴിഞ്ഞാൽ പച്ചമുളക് വഴണ്ട് വരാൻ താമസം വരും, ശരി വൃത്തിയാകത്തില്ല. അപ്പം ഞാനിത് രണ്ടും കൂടെ അടുപ്പത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിനെ ഇങ്ങോട്ട് ഇടുക ചെയ്യുന്നത്. കുറേ പയർ വിളഞ്ഞു പോയതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പൊളിച്ചിട്ടിരിക്കുന്നതിൻ്റെ അളവ് കൂടുതൽ. നമ്മളുടെ പയറാകുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പൊളിച്ചിട്ട് മെഴുക്ക് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യാൻ നമ്മൾ കൃഷി ചെയ്യണം. അതിന് ചില്ലി ജാസ്മിൻ ചാനൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും എപ്പോഴാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുമ്പളങ്ങ കറിക്ക് അരച്ച് ചേർക്കാനായിട്ട് ഒരുങ്ങുവാണ്. കുമ്പളങ്ങ നമ്മളൊരു 3 വിസിലടിപ്പിച്ച് വെച്ചു. എന്നിട്ട് അരയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മഞ്ഞളും ചെറിയ ജീരകവും തേങ്ങയും ചേർത്ത് തൈര് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, വെള്ളം ചേർത്തിട്ടല്ല. എന്നിട്ട് നമ്മളത് വെന്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയ്ക്കകത്തേക്ക് ചേർക്കുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അരച്ചത് അതേപടി ചേർത്തു. അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടെ, 1 പാക്കറ്റ് തൈര് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ചേർക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ കവറ് കണ്ടാൽ അറിയാം. അതിനാണെങ്കിൽ പുളിപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് തൈരും കൂടെ ആ പാക്കറ്റിൽ മിച്ചം ഉണ്ടായിരുന്നു. അതും കൂടെ അതേ ജാറിനകത്തേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് അരയ്ക്കണം എന്നല്ല, ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരപ്പും കൂടെ അതിൻ്റെ കൂടെ ഇളകി കിട്ടും. അതിനുശേഷം ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകി നമ്മൾ കുക്കറിനകത്തേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ഇത്തരത്തിൽ തേങ്ങയും തൈരും ഒക്കെ ചേർത്ത കറി തിളപ്പിക്കുമ്പം തിളച്ചു മറിയാതെ സൂക്ഷിക്കണം. തിളച്ചു മറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരപ്പും വെള്ളവും വിട്ട പോലെ ഇരിക്കും. കറിയുടെ ടെക്സ്ചർ, കറിയുടെ ഭംഗി കുറഞ്ഞു പോകും.
നമുക്കൊരു സുഖമില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം തിളപ്പിച്ച് നല്ലോണം ഇളക്കിക്കൊണ്ട് തിളപ്പിക്കണം. ജസ്റ്റ് ഒരു 1-2 കുമിള വരുമ്പോൾ നമുക്ക് തീ നിർത്താം. പിന്നെ നമ്മൾ ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. കടുക് വറക്കാൻ ഞാൻ ചെയ്യുന്നത് കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ചൂടാക്കുവാണേ. ഞാനിപ്പം കടുക് ചേർക്കാറില്ല. പകരം ഇത് ചൂടായി വരുമ്പം ഒരു നുള്ള ഉലുവ ചേർക്കാറുണ്ട്. പുളി ചേർത്ത കറികൾ, തൈര് ചേർത്ത കറികൾക്കൊക്കെ ഉലുവ ഇട്ട കടുക് വറുത്ത് ചേർക്കുന്നത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് കടുക് വറുത്ത് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കടുകും കൂടെ ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ചേർക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കടുക് വറുത്ത് ചേർത്തു. അപ്പോഴത്തേക്കിന് സമയം ഏകദേശം 12:45 ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെഴുക്ക് പുരട്ടിയും റെഡിയാണ്. അപ്പോൾ ഞാൻ ചോറുണ്ണാനായിട്ട് എടുത്തു. ചോറും നമ്മുടെ പയറുമെഴുക്ക് പുരട്ടിയും കുമ്പളങ്ങ കറിയും ഒരു പപ്പടവും ഒരു നെല്ലിക്കയും പിന്നെ നമ്മൾ ഇച്ചിരി പാവയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ അന്ന് വിളവെടുത്ത പാവയ്ക്ക കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ ഇച്ചിരി സാധനം വാങ്ങിക്കാനായിട്ട് കടയിൽ പോയി. ഷുഗർ ആൻഡ് സ്പൈസിലാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കാരണം എന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. ഞാൻ തന്നെയാണ് പോയിരിക്കുന്നതും എടുക്കുന്നതും. നിങ്ങൾ നോക്കണം. എനിക്കൊരു പൗഡറും അതുപോലെ ഒരു കുറച്ച് സൺസ്ക്രീനൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനെല്ലാം കൂടെ ഇറങ്ങിയതാണ്. പിന്നെ എനിക്കൊരു വെർമിസെല്ലി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കടയിൽ പോയി പർച്ചേസിംഗ് ഒക്കെ നടത്തി ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ചു വരുന്ന വഴി എനിക്കൊരു ദോശക്കല്ലും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. കാരണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാരണം ദോശക്കല്ലെ ദോശ ചുടുമ്പം അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ ദോശയ്ക്ക് മാത്രമായിട്ടൊരു ദോശക്കല്ല് സൂക്ഷിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ദോശക്കല്ല് വാങ്ങിക്കാൻ കടയിൽ കയറിയത്. അപ്പോൾ പല അളവിലുള്ള ദോശക്കല്ലിനെ കൊച്ചെടുത്ത് കാണിക്കുവാണ്. അപ്പോൾ ഞാൻ വില ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ദോശക്കല്ലിൻ്റെ ഡിസ്കൗണ്ട് ചോദിച്ചു മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കൊച്ചിനെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവൻ ചെന്ന് വിലയൊക്കെ കുറച്ച് മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വിലയെല്ലാം കൊടുത്ത് അത് പാക്ക് ചെയ്ത് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കാണാം. നല്ലൊരു കടയാണ്. ഞാൻ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. ഏകദേശം എല്ലാ സാധനങ്ങളും ഈ പാത്രങ്ങൾ നമ്മളെപ്പോലുള്ള ലേഡീസ് കടയിൽ ചെന്നാൽ അത്യാവശ്യം വാങ്ങിക്കണം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അധികമായ വിലയുമില്ല. ഞാനൊരു ദിവസം നിങ്ങൾക്ക് ഈ കട കാണിച്ചു തരാം. നല്ല നീറ്റായിട്ടുള്ള ഇടപെടലാണ് അവിടുത്തെ ജോലിക്കാരും ഓണറും ഒക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ദോശക്കല്ല് മയക്കിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഈ പൂക്കൾ കണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൃഷി വീഡിയോയ്ക്കിടയിൽ ഇത്തരത്തിലുള്ള ചില വീഡിയോകളും കൂടെ ഉൾപ്പെടുത്താം. ഇതൊക്കെയാണല്ലോ നമ്മളുടെ ജീവിതത്തിൽ നിത്യമായിട്ട് സംഭവിക്കുന്നത്. അതും കൂടെ നിങ്ങൾ അറിയണമെന്നാണ് എനിക്കിഷ്ടം.